السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من شر ما عملنا ومن شر ما لم نعمل. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽ അൽ അലി, അൽ അഅല, അൽ മുതആൽ എന്നീ റബ്ബിൻ്റെ പേരുകളെ കുറിച്ചാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ മൂന്ന് പേരുകളും അഥവാ അൽ അലി, അൽ അഅല, അൽ മുതആൽ എന്നീ മൂന്ന് പേരുകളും അള്ളാഹുവിൻ്റെ ഉലുവിനെ അഥവാ അവൻ എല്ലാത്തിനും സകല സൃഷ്ടികൾക്കും മുകളിലുള്ളവനാണ് എന്നത് സൂചിപ്പിക്കുന്ന പേരുകളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അലിയ, അൽ അലി എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും മുകളിലുള്ളവനാണ്. അൽ അഅല അവൻ ഏറ്റവും മുകളിലുള്ളവനാണ്. അൽ മുതആൽ അതും അതേ അർത്ഥം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ മൂന്ന് പേരുകളും റബ്ബ് സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അൽ അലി എന്നത് റബ്ബിൻ്റെ പേരാണ്. അൽ അലി, ഷിഈ റാഫിദി കക്ഷികൾ അവർ അവരുടെ മക്കൾക്ക് അബ്ദുൽ ഹുസൈൻ, അബ്ദുൽ ഹസൻ എന്നൊക്കെ പേരിടാറുണ്ട്. ഹസൻ്റെ അടിമ, ഹുസൈനിൻ്റെ അടിമ പോലെയുള്ള പേരുകൾ. ആ പേരുകൾ ഇടുമ്പോൾ റാഫിദികൾ ഹസനും ഹുസൈനും അലിഫ്ലാമ് ചേർക്കും. അതായത് ഹസൻ എന്ന പേര് എങ്ങനെ പറയാം? അൽ ഹസൻ എന്ന് പറയാം. ഹുസൈൻ എന്ന പേര് അലിഫ്ലാം ചേർത്ത് അൽ ഹുസൈൻ എന്ന് പറയാം. യാതൊരു തകരാറില്ല. ഈ പേരുകളുടെ അടിമ, ഇവരുടെ അടിമ എന്ന അർത്ഥത്തിൽ റാഫിദികൾ, ഷിയകൾ പേരിടും. അപ്പോൾ അവരെന്താണ്? അലിഫ്ലാം ചേർത്തിട്ടാണ് പറയുക. അബ്ദുൽ ഹസൻ, അബ്ദുൽ ഹുസൈൻ, അബ്ദുൽ ഹസൻ, അബ്ദുൽ ഹുസൈൻ എന്നല്ല, പിന്നെയോ അലിഫ്ലാം ചേർത്ത് അബ്ദുൽ ഹസൻ, അബ്ദുൽ ഹുസൈൻ എന്ന് പേരിടും. അതുപോലെ ഖൗമ അബ്ദു അലി, അലിയുടെ അടിമ എന്നും പേരിടും. അപ്പോൾ എന്തു ചെയ്യും? അലിഫ്ലാം ഒഴിവാക്കും, അബ്ദു അലി എന്ന് തന്നെ ഇടും. എന്തിനാണ്? ആരെങ്കിലും അറിയാണ്ട് ഇത് അള്ളാഹിൻ്റെ അടിമയാണെന്ന് വിചാരിച്ചു പോണ്ട, ഇത് അലിയുടെ അടിമ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ ഫാത്തിമയുടെ ഭർത്താവായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമ തന്നെയാണ്. കാരണം അൽ അലി, അലിഫ്ലാം ചേർത്താൽ അൽ അലി എന്ന റബ്ബിന് പേരുണ്ട്. അപ്പം റബ്ബിൻ്റെ അടിമ എന്നാലും വിചാരിക്കണ്ട, ഇത് അലി റളിയല്ലാഹുവിൻ്റെ അടിമ തന്നെയാണ്. അപ്പം നോക്കണം, ശിർക്കിൽ, കുഫറിൽ അതിൻ്റെ ആളുകൾക്കുള്ള കടുപ്പവും അതുപോലെ അതിലുള്ള ദുർവാശിയും നോക്കും. അള്ളാഹുവിൻ്റെ പേരാണ് അൽ അലി, അവൻ ഏറ്റവും മുകളിലുള്ളവനാണ്. അൽ അഅല, അവൻ എല്ലാത്തിനും മുകളിലുള്ളവനാണ്, അതേ അർത്ഥം. അതുപോലെയാണ് മുതആൽ, അൽ മുതആൽ എന്ന പേര്. നോക്കൂ, സൂറത്തു അൽ ബഖറയിൽ നമുക്കെല്ലാം അറിയുന്ന
ഖുർആനിൽ ഏറ്റവും മഹത്തരമായ ആയത്തുൽ കുർസി അവസാനിക്കുന്നത് വഹുവൽ അലിയുൽ അദീം എന്ന് പറഞ്ഞിട്ടാണ്. വഹുവ അല്ലാഹു, അവനാണ് അൽ അലി, ഏറ്റവും മുകളിലുള്ളവൻ, അൽ അദീം, ഏറ്റവും മഹത്വമുള്ളവൻ. അള്ളാഹുവിനേക്കാൾ മഹത്വമുള്ള മറ്റാരുമില്ല. അതുപോലെ നോക്കൂ, സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറഞ്ഞു വഅന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ. അള്ളാഹുവാണ് അൽ അലി, ഏറ്റവും മുകളിലുള്ളവനും, അൽ കബീർ, ഏറ്റവും വലിയവനും. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, ഏറ്റവും മുകളിലുള്ളവനായ നിന്റെ റബ്ബിൻ്റെ നാമം നീ തസ്ബീഹ് ചെയ്യുക, അതിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. സൂറത്തുൽ ലൈലിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല. ആ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത് മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചായിരുന്നു. ആ സ്വഭാവമുള്ള അബൂബക്കർ സിദ്ദീഖിനെ മാതൃകയാക്കുന്നവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ആയത്തുകൾ ബാധകമാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ. ഒരാൾക്കും തന്നെ അബൂബക്കറിൻ്റെ പക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചുപകാരം ചെയ്തു കൊടുക്കേണ്ടതായ ഒരു ഉപകാരം അബൂബക്കർ സിദ്ദീഖ് ബാക്കി വെച്ചിട്ടില്ല. മറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, ഏറ്റവും മുകളിലുള്ളവനായ തൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം, അവൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വജ്ഹ്, അവൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമലുകൾ. ആളുകളിൽ നിന്ന് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അതുപോലെ ജനങ്ങൾ ആർക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ഉപകാരം അധികം ചെയ്തതല്ലാതെ ഇങ്ങോട്ട് യാതൊന്നും ബാക്കി വച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഹിദായത്തിലേക്ക് വഴി കാണിച്ചു. ഇസ്ലാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അബൂബക്കർ സിദ്ദീഖിന് ഹിദായത്ത് കിട്ടി എന്നതൊഴിച്ചു നിർത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി ഇന്ന അമന്നന്നാസി ബിസുഹ്ബതിഹി ഇന്ന അമന്നന്നാസി അലയ്യ ബിസുഹ്ബതിഹി വമാലിഹി അബൂബക്കർ. എനിക്ക് സ്വഹ്ബത്ത് കൊണ്ടും കൂട്ടുകൊണ്ടും സമ്പത്ത് കൊണ്ടും ജനങ്ങളിൽ ഏറ്റവും ഉപകാരപ്പെട്ടത് അബൂബക്കറാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹുദൈബിയ സന്ധിക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുറൈശികളും തമ്മിലുള്ള സന്ധിക്കിടയിൽ അപ്പുറത്ത് നിന്ന് ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ വന്നത് സുഹൈൽ ബിൻ അമറാണ്. സുഹൈൽ ബിൻ അമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇതാ ഈ അഹ്ബാഷ്, ഈ ആളുകൾ അവിടെ നിന്നും അവിടെ ഇവിടെ നിന്നും കൂടി വന്ന കുറേ ആളുകളുണ്ടല്ലോ നിൻ്റെ കൂടെ, ഇവരൊക്കെ ഇപ്പം നിന്നെ ഉപേക്ഷിച്ചു പോകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുഹൈലിനോട്, ഉർവയോട്, ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി ആയിരുന്നു ആദ്യം സംസാരിക്കാൻ വന്നത് സുഹൈൽ വരുന്നതിന് മുൻപ്. ഉർവയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രൂക്ഷമായ ഭാഷയിൽ അവരുടെ ഇലാഹുകളെ കുറിച്ച് അവർക്കൊരിക്കലും പൊറപ്പിക്കാൻ സാധിക്കാത്തൊരു വാചകം മറുപടി പറഞ്ഞു. ഉർവ ചോദിച്ചു, ഇതാരാണ്? ഇത് ഇബ്നു അബി ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖാണ്. ഉർവ പറഞ്ഞു, നിങ്ങളെനിക്ക് ചെയ്തു തന്ന ചില ഉപകാരങ്ങളുണ്ട് മുൻപ്, അതിനെനിക്ക് പകരം ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞേനെ. നോക്കണം, അവർ ഇലാഹുകളെ കുറിച്ച് പറഞ്ഞിട്ട് പോലും മുശ്രിക്കായിരുന്ന ഉർവക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല. പണ്ഡിതന്മാർ ആ ഹദീസ് വിശദീകരിക്കുക പറഞ്ഞു, സഖീഫ് ഗോത്രത്തിൻ്റെ നേതാവാണ് ഉർവ. ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖീഫ് ഗോത്രത്തിൻ്റെ നേതാവാണ്. ആ നേതാവാണ് പറയുന്നത് അബൂബക്കർ സിദ്ദീഖിനോട്, നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ചില ഉപകാരങ്ങൾക്ക് എനിക്ക് ഇനിയും പകരം ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനിതിന് മറുപടി പറയുമായിരുന്നു. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, സഖീഫ് ഒരു ഗോത്രത്തിൻ്റെ നേതാവിൻ്റെ സ്ഥിതി അബൂബക്കർ സിദ്ദീഖുമായി ഇങ്ങനെയാണെങ്കിൽ പാവങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ബിലാലിനെ പോലെ റളിയല്ലാഹു അൻഹു, ബിലാലിനെ മോചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. ബാക്കിയുള്ള ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും? ഒരാൾക്കും അങ്ങോട്ട് കൊടുക്കാൻ അബൂബക്കർ സിദ്ദീഖ് ബാക്കി വെച്ചിട്ടില്ല, അതിൻ്റെ അപ്പുറത്ത് ചെയ്തു കൊടുത്തിട്ടല്ല അത് ഏതൊരു ഉപകാരത്തിനും. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല. അൽ അഅല എന്ന റബ്ബിൻ്റെ പേര് ആ ആയത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ നോക്കൂ, അൽ മുതആൽ എന്ന റബ്ബിൻ്റെ പേര് സൂറത്തു റഅദിൽ നമുക്ക് കാണാം.
ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ. അള്ളാഹു ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. അവനേറ്റവും വലിയവനാണ്. അൽ മുതആൽ, അവനേറ്റവും മുകളിലുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണുള്ളത്? അവൻ സകല സൃഷ്ടികൾക്കും മേലെയാണുള്ളത്. ഇത് മനുഷ്യ പ്രകൃതിയിലുള്ള, ശുദ്ധ പ്രകൃതിയിലുള്ള വിശ്വാസമാണ്. ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്. അതുപോലെ ഈ വിശ്വാസത്തിനുള്ള തെളിവ് ഖുർആനിലും സുന്നത്തിലും മാത്രമല്ല ഉള്ളത്, പിന്നെയോ മനുഷ്യൻ്റെ അഖ്ലിൽ, അവൻ്റെ ഫിത്രത്തിൽ, അവൻ്റെ ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ്. റബ്ബ് എവിടെയാണ്? റബ്ബ് മുകളിലാണ്. അതുകൊണ്ടാണ് ഏതൊരു ചെറിയ കുട്ടിയോടും, ബാത്തിൽ പഠിച്ചിട്ടില്ലാത്ത ചെറിയ പ്രായത്തിലുള്ള കുട്ടിയോട് ചോദിച്ചു നോക്കൂ, എവിടെയാണ് മോനെ, എവിടെയാണ് മോളെ റബ്ബുള്ളത്? അള്ളാഹു എവിടെയാണ്? അത് മുകളിലാണെന്ന് പറയും. അല്ലെങ്കിൽ മുകളിലേക്ക് വിരൽ ചൂണ്ടും. മുസ്ലിമീങ്ങളുടെ കുട്ടിയാകട്ടെ കാഫറുകളുടെ കുട്ടിയാകട്ടെ, അവർ റബ്ബിനെ കുറിച്ച് പറയുന്ന ഭാഷയിൽ ചോദിച്ചു നോക്കുക, എവിടെയാണ് റബ്ബുള്ളത് എന്ന്. മുകളിലാണെന്ന് പറയും, ആകാശത്താണെന്ന് പറയും, അല്ലെങ്കിൽ മുകളിലേക്ക് വിരൽ ചൂണ്ടും. ഇത് പറയാതിരിക്കുക. ഇത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ്. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നാണ്. ആ വിശ്വാസത്തിന് വിരുദ്ധമായി ആരെങ്കിലും അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്കിടയിൽ ഇറങ്ങിയിരിക്കുന്നുവെന്നോ തൂണിലും തുരുമ്പിലും റബ്ബ് ഉണ്ട് എന്നോ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അത്രയും ഗൗരവപ്പെട്ട വിഷയമാണിത്. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ സൃഷ്ടികൾക്ക് മേലെയാണുള്ളത്. അതിനപ്പുറത്ത് വേറൊരു കാര്യമുണ്ട്. എന്താണത്? 7 ആകാശങ്ങൾക്ക് മുകളിൽ അള്ളാഹു അവൻ്റെ അർശിന് മുകളിലാണുള്ളത്. അർശി എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അവൻ്റെ സിംഹാസനമാണ് അർശ്. ആ അർശിന് മുകളിലാണ് അള്ളാഹു ഉള്ളത്. അതിനുള്ള തെളിവ് എവിടെയാണുള്ളത്? അത് ഖുർആനും സുന്നത്തിലുമാണുള്ളത്. അത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. അത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് കിട്ടിയ വിജ്ഞാനമാണ്. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിന് മുകളിലാണുള്ളത് എന്ന്. അതേസമയം അള്ളാഹു മുകളിലാണുള്ളത് എന്ന കാര്യം അതിന് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും തെളിവ് മാത്രമല്ല ഉള്ളത്, പിന്നെയോ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി അതാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യർ അവർക്ക് പ്രയാസങ്ങൾ വന്നാൽ, അവർ തേടുമ്പോൾ അവരുടെ ഹൃദയം അത് മുന്നിട്ട് ചെല്ലുന്നത് മുകളിലേക്കാണ്. അവരുടെ ചിന്ത പോകുന്നത് മുകളിലേക്കാണ്. എന്തിന് പണ്ഡിതന്മാർ മൃഗങ്ങൾ പോലും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങൾ പോലും പ്രയാസഘട്ടത്തിൽ അവർ മുകളിലേക്ക് തിരിയുമെന്ന്. ഇമാമുൽ ഹറമൈൻ ജുവൈനി എന്നറിയപ്പെടുന്ന അദ്ദേഹം അവസാന കാലത്ത് ആ അഭിപ്രായത്തിൽ നിന്ന് തൗബ ചെയ്തു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം വലിയ കാര്യം പോലെ അള്ളാഹു മുകളിൽ അല്ല ഉള്ളത് എന്ന അശാരി വിശ്വാസം സ്ഥാപിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഇല്ലാത്ത പല തെളിവുകളും മറ്റും വ്യാഖ്യാനിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന അൽ ഹമദാനി അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ ഈ പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിന് നിങ്ങളെന്ന് ഉത്തരം പറയും. ഏതൊരാൾ അള്ളാഹുവിലേക്ക് തിരിയുമ്പോഴും അവനോട് പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പറയാൻ നിന്നാൽ, അവൻ്റെ മനസ്സ് റബ്ബിലേക്ക് തിരിഞ്ഞാൽ അത് മുകളിലേക്കാണ് അവൻ്റെ ചിന്ത പോകുന്നത്. അതിനെന്തു മറുപടി പറയാറുണ്ട്? അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറുപടി കിതാബുകൾ നമുക്ക് കാണാം. ഹയ്യറനിൽ ഹമദാനി എന്നെ അന്താളിപ്പിലാക്കി കളഞ്ഞു. ഇതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലുള്ളവൻ. അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ആധുനിക കാലത്ത് ഈ വിശ്വാസത്തിൽ നിന്ന് പിഴച്ചുപോയ ഒരു കക്ഷിയിൽപ്പെട്ട വളരെ പ്രസിദ്ധനായ ഒരു മുഫ്തിയാണ്. അയാൾ പ്രസംഗിക്കുകയാണ്. അയാളുടെ പ്രസംഗം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പ്രസംഗിക്കുമ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ ഒരാൾ ചെവി കേൾക്കാത്ത ബധിരരായ ആളുകൾക്ക് വേണ്ടി പ്രസംഗം ആംഗ്യഭാഷയിലൂടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ അറിയപ്പെട്ട ഈ പഴച്ച വിശ്വാസം പേറുന്ന ഒരു കക്ഷിയുടെ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ടെലിവിഷനിൽ ബധിരരായ ആളുകൾക്ക് വേണ്ടി ആംഗ്യം കാണിച്ച ഒരാൾ ആ ഭാഷയിൽ പരിഭാഷപ്പെടുത്തുന്നുണ്ട്. ഇയാൾ വിശ്വസിക്കുന്നത് എന്താണ്? അള്ളാഹു ഉരുവിലാണ്, മുകളിലാണ് എന്ന വിശ്വാസത്തിന് വിരുദ്ധമാണ്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഈ പഴച്ച കക്ഷികൾ പറയുന്നത് പോലെ അള്ളാഹു മുകളിലുമല്ല താഴെയുമല്ല, ദുനിയാവിൻ്റെ ഉള്ളിലുമല്ല പുറത്തുമല്ല. ചുരുക്കി പറഞ്ഞാൽ മുൻഗാമികൾ പറഞ്ഞതുപോലെ അർശിനു മുകളിൽ അങ്ങനെ ഒരു റബ്ബില്ല എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം ചെന്ന് ചേരുക. ഒടുക്കം അവിടെയാണ് ചെന്ന് ചേരുക. ആ രൂപത്തിലേക്കാണ് ചെന്ന് ചേരുക. പറഞ്ഞു വന്നത് ഈ പഴച്ച വിശ്വാസമുള്ള ആളാണ് ഈ പ്രസംഗിക്കുന്നത്. പക്ഷേ അയാൾ റബ്ബ്, അള്ളാഹു എന്ന് പറയുമ്പോഴൊക്കെ ആംഗ്യഭാഷ
കാണിക്കുന്ന ആൾ എങ്ങോട്ടാണ് ആംഗ്യം കാണിക്കുന്നത്? മുകളിലേക്ക്, വിരൽ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ്. അതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. അള്ളാഹു എവിടെ? അള്ളാഹു ഫിസ്സമാ, അവൻ മുകളിലാണ്, അവൻ ഉപരിലാണ്, അവൻ ആകാശങ്ങൾക്ക് മുകളിലാണ്, അവൻ അവൻ്റെ അർശിനു മുകളിലാണ്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ. സൂറത്തു ത്വാഹയിൽ അള്ളാഹു പറഞ്ഞു, അർ റഹ്മാനു, റഹ്മാനായ അള്ളാഹു അലൽ അർശി ഇസ്തവ, അവൻ്റെ അർശിനുമേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. എന്താണ് ഇസ്തിവാ എന്ന് പറഞ്ഞാൽ? അർശിനു മുകളിലായിരിക്കുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല, അർശിനു മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്തവ അല എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല, അവൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ. അതുപോലെ ഖുർആനിൽ 6 ആയത്തുകളിൽ അള്ളാഹു പറയുകയുണ്ടായി സുമ്മ ഇസ്തവ അലൽ അർശ്. നേരത്തെ പറഞ്ഞ ആയത്തിന് പുറമെ അള്ളാഹു അവൻ്റെ അർശിനുമേൽ ആരോഹണം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ റബ്ബ് മുകളിലാണുള്ളത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വം കൊണ്ട്, അവൻ്റെ വിശേഷണങ്ങൾ കൊണ്ട് എല്ലാ സൃഷ്ടികൾക്കും മേലെയാണ്. അശാരികൾ, പിഴച്ച വിശ്വാസമുള്ള കക്ഷികൾ പറയും അള്ളാഹു മുകളിലാണെന്ന് പറഞ്ഞാൽ അതെ, അവൻ്റെ സിഫത്തുകൾ, അവനെപ്പോലെ മറ്റാരുമില്ല, അവൻ്റെ വിശേഷണങ്ങൾ കൊണ്ട് അവൻ എല്ലാവർക്കും മേലാണ്. അതെന്തിനാണ് ആ വ്യാഖ്യാനം പറയുന്നത്? ആ പറഞ്ഞത് ശരിയാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പോലെ ആർക്കും വിശേഷണങ്ങളില്ല, അള്ളാഹുവിനെ പോലെ ആരുമില്ല. ആ നിലക്ക് അവൻ എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ്. പക്ഷെ അതുമാത്രമാണ് അർത്ഥം? അല്ല, മറിച്ച് അള്ളാഹു എവിടെ, അവൻ്റെ ദാത്ത് എവിടെ, അവനെവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഫിസ്സമ, അവൻ മുകളിലാണ് ഉള്ളത് എന്നാണ്. അതുപോലെ നോക്കൂ, അള്ളാഹു അവൻ്റെ ഖഹറ് കൊണ്ട്, അവൻ്റെ അധികാരം കൊണ്ട്, അവൻ്റെ നിയന്ത്രണം കൊണ്ട് സകല സൃഷ്ടികൾക്കും മേലെയാണ്. എല്ലാവരുടെ മൂർധാവും റബ്ബിൻ്റെ കയ്യിലാണ്. ഒരാൾക്കും ചലിക്കാൻ കഴിയില്ല അള്ളാഹു തീരുമാനിച്ചിട്ടല്ലാതെ, ഒരാൾക്കും മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല അള്ളാഹു തീരുമാനിച്ചിട്ടല്ലാതെ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. ധാരാളക്കണക്കിന് തെളിവുകൾ അള്ളാഹു മുകളിലാണുള്ളത് എന്നതിന് വന്നിട്ടുണ്ട്. ഖുർആനിൽ പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളതുപോലെ 1000 മുകളിൽ തെളിവുകളുണ്ട്. എന്തിന്? റബ്ബ് സുബ്ഹാനഹു വ തആല മുകളിലാണ് ഉള്ളത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം കൊണ്ടും, മൂന്നിനാണല്ലോ പ്രധാനമായും സുന്നത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം. വേറെയും കാര്യങ്ങൾക്ക് സുന്നത്ത് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപപ്രകൃതി, അതിന് സുന്നത്ത് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷത, അതിന് സുന്നത്ത് എന്ന് പറയും. പക്ഷേ പ്രധാനമായും നമ്മൾ പറയാറുള്ളത് വാക്ക്, പ്രവൃത്തി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മജ്ലിസിൽ, അവിടുത്തെ അറിവിൽ ഒരു കാര്യം നടക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് എതിർക്കാതിരിക്കുക, മൗനാനുവാദം നൽകുക. ഇത് 3 കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട് അള്ളാഹു മുകളിലാണ് ഉള്ളത് എന്ന്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവൻ മുകളിലാണ് എന്ന് പല രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിലൊന്നാണ് അവൻ ഫൗഖാണ് എന്ന് പ്രത്യേകം ആ പദം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞത്. ഫൗഖ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലാണ്. ഫൗഖ എന്ന് പറഞ്ഞാൽ മുകളിൽ, തഹ്ത എന്ന് പറഞ്ഞാൽ താഴെ. അള്ളാഹു പറഞ്ഞത് നോക്കൂ, സൂറത്തുൽ അൻആമിൽ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹ്. സൂറത്തുൽ അൻആമിലെ 18-ാമത്തെ ആയത്തിൽ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹ്, അവനാണ് അവൻ്റെ അടിമകളെ മുകളിൽ നിന്ന് നിയന്ത്രിക്കുന്നവൻ. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. സൂറത്തുൽ നഹ്ലിൽ അള്ളാഹു പറഞ്ഞു അവർ മുകളിലുള്ള, ഫൗഖിലുള്ളവരുടെ റബ്ബിനെ ഭയപ്പെടുന്നു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ബനു ഖുറൈദ എന്ന ജൂതഗോത്രത്തിൻ്റെ കാര്യത്തിൽ വിധി പറഞ്ഞു. അവരെ എന്താണ് അവർക്കുള്ള ശിക്ഷാ നടപടി എന്ന വിധി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനെ കുറിച്ച് പറഞ്ഞു, ലഖദ് ഹകംത ഫീഹിം ബിഹുക്മില്ലാഹി അല്ലദീ ഹകമ ബിഹി ഫൗഖ സബ്അ സമാവാത്ത്. നീ അവർക്കിടയിൽ വിധിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വിധിയാണ്. 7 ആകാശങ്ങൾക്ക് മുകളിൽ അള്ളാഹു വിധിച്ചിട്ടുള്ള വിധിയാണ് നീ അവരിൽ വിധിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഫൗഖ എന്ന പ്രയോഗം. രണ്ടാമത്തേത് ഉറൂജ് എന്ന പ്രയോഗം. എന്താണ് ഉറൂജ് എന്ന് പറഞ്ഞാൽ? മുകളിലേക്ക് കയറിപ്പോവുക. അതാണ് മെഅറാജ് എന്ന് പറയുന്നത്. മെഅറാജ്, മുകളിലേക്ക് കയറാനുള്ള കോണിപ്പടിക്കാണ് മെഅറാജ് എന്ന് പറയുന്നത്. മുകളിലേക്ക് കയറാനുള്ള കോണിപ്പടിക്കാണ് മെഅറാജ് എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന് ചെന്നു. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബുറാഖ് എന്ന വാഹനപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത്. അവിടെ ബുറാഖിനെ ഒരു കല്ലിൽ കെട്ടിയിട്ടു. എന്നിട്ട് പിന്നെ ജിബ്രീലിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുകളിലേക്ക് കയറിപ്പോവുകയാണ്. ഒരു മെഅറാജിലൂടെ ആകാശത്തേക്ക് കയറിപ്പോകാനുള്ള
കോണിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി പോവുകയാണ്. അപ്പോൾ ഉറൂജ് എന്ന വാക്ക് നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദി സുമ്മ യഅറുജു ഇലൈഹി. അവൻ മുകളിൽ നിന്ന് താഴേക്ക് കാര്യം നിയന്ത്രിച്ചയക്കുന്നു. സുമ്മ യഅറുജു ഇലൈഹി, പിന്നെ അവനിലേക്ക് അതാ കയറിപ്പോകുന്നു. അള്ളാഹുവിൻ്റെ മലായികത്ത് കയറിപ്പോകുന്നു. അതുപോലെ നോക്കൂ ഖുർആനിൽ സൂറത്തുൽ മആരിജ്, ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞു മിനല്ലാഹി ദിൽ മആരിജ്, മുകളിലേക്ക് കയറിപ്പോകാനുള്ളത് ഉള്ള റബ്ബ്. തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി, മലക്കുകളും ജിബ്രീലും അവനിലേക്ക് കയറിപ്പോകുന്നു. അതുപോലെ സുഊദ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സുഊദ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക് കയറുക. പിന്നെ നബാത്തി ഖുതുബ നടക്കുന്ന മസ്ജിദുകളിൽ ആദ്യം ഒരാൾ ഖത്തീബ് വരുന്നതിന് മുമ്പ് ഒരു ആമുഖം പറയുമല്ലോ, ഇദാ സഅദൽ ഖത്തീബു അലൽ മിമ്പർ, ഇദാ സഅദൽ ഖത്തീബു അലൽ മിമ്പർ. എന്താ സഅദ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറുക. സുഊദ് എന്ന വാക്ക് നോക്കൂ അള്ളാഹു ഉപയോഗിച്ചത് ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബ് വൽ അമലു സാലിഹു യർഫഉ, അവനിലേക്കാണ് തയ്യിബായ നല്ല വാക്കുകൾ കയറിപ്പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ തസദ്ദഖ ബിഅദിൽ തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബൻ, നല്ല സമ്പാദ്യം കൊണ്ട് ഒരാൾ ഒരു കാരക്കയുടെ അത്ര ചെലവഴിച്ചു. നല്ല സമ്പാദ്യമാണ്, ഹറാമിൽ നിന്നുണ്ടാക്കിയതല്ല, ഹലാലായ നിലക്ക് നല്ല നിലക്ക് സമ്പാദിച്ച ഒരാൾ ഒരു കാരക്ക അതിന് തുല്യമായത് ദാനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക വലാ യസ്അദു ഇലല്ലാഹി ഇല്ല തയ്യിബ്, തയ്യിബ് അല്ലാതെ നല്ലതല്ലാതെ അള്ളാഹുവിലേക്ക് കയറിപ്പോവുകയില്ല. ഫഇന്ന അല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, അത്ര ചെറിയ ദാനമാണെങ്കിലും അള്ളാഹു അതവൻ്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കും. സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹാ, എന്നിട്ട് അത് കൊടുത്ത ആൾക്ക് വേണ്ടി ആ കാരക്ക അള്ളാഹു വളർത്തിക്കൊണ്ടുവരും. കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു ഹത്താ തകൂന മിസ്ലൽ ജബൽ, നിങ്ങളിൽ ഒരാളുടെ കുതിരക്കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ. അങ്ങനെ നാളെ പരലോകത്ത് അത് ഒരു ജബലോളം, ചില റിവായത്തുകൾ ഉഹദ് മലയോളമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഹദീസിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിലേക്ക് നല്ലതല്ലാതെ കയറിപ്പോവുകയില്ല എന്ന്. അതുപോലെ ഇത് മൂന്നാമത്തെ ഇനമാണ്, തെളിവുകളുടെ ഇനം. പല രൂപത്തിലാണ് ഈ തെളിവുകൾ വന്നിട്ടുള്ളത്. നാലാമത്തെ ഇനം എന്താണ്? അള്ളാഹു ചില സൃഷ്ടികളെ അവനിലേക്ക് ഉയർത്തി. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് റബ്ബ് പറഞ്ഞത് എന്താണ്? ബർ റഫഅഹു അല്ലാഹു ഇലൈഹി, ബർ റഫഅഹു അല്ലാഹു ഇലൈഹി. ഇല്ല, അവർ ഈസായെ കൊന്നിട്ടില്ല അലൈഹിസ്സലാം, മറിച്ച് അള്ളാഹു അവനിലേക്ക് ഈസായെ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കാര്യം തന്നെ അള്ളാഹു സൂറത്ത് ആല ഇമ്രാനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നി മുതവഫീക വറാഫിഉക ഇലൈ, ഓ ഈസ നാം നിന്നെ ഏറ്റെടുക്കുകയാണ്, വറാഫിഉക ഇലൈ, നമ്മിലേക്ക് നിന്നെ ഉയർത്തുകയാണ്. അതുപോലെ നോക്കൂ, അഞ്ചാമത്തെ ഈ തെളിവുകളുടെ ഒരു ഇനം, ഒന്നു രണ്ടു തെളിവുകളല്ല ഇതിനുള്ളത്, മറിച്ച് പല ഇനങ്ങളാണ്. ഓരോ ഇനങ്ങൾക്ക് കീഴിലും ധാരാളം തെളിവുകൾ. അഞ്ചാമത്തേത് നബി സല്ലല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അള്ളാഹു അവനിൽ നിന്ന് കിതാബ് ഇറക്കിയെന്ന്. അല്ലേ? തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. എന്താണ് നസ്സല എന്ന് പറഞ്ഞാൽ? താഴെ ഇറക്കുക എന്നാണ്. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി റബ്ബിൽ ആലമീൻ, സൂറത്തു സജദയിൽ നമുക്ക് കാണാം. കിതാബ് അതാ അവൻ താഴേക്ക് ഇറക്കിയിരിക്കുന്നു. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. റബ്ബിൽ ആലമീൻ, നിന്റെ റബ്ബുൽ ആലമീനായ സർവ്വലോകരുടെയും റബ്ബായ അള്ളാഹുവിൽ നിന്ന്. ഈ രൂപത്തിലുള്ള തെളിവുകൾ. ഇനി സമായിലാണ്, മുകളിലാണ് അള്ളാഹു ഉള്ളത് എന്ന് വ്യക്തമായി ഖുർആനിലില്ലേ? അതാ സൂറത്തു അൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞു, ആമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ അം ആമിൻതും മൻ ഫിസ് സമാഇ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? നിങ്ങൾക്ക് പേടിയില്ലേ? മൻ ഫിസ് സമാ, മുകളിലുള്ളവനെ കുറിച്ച്. അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ, അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തി കളയുമെന്നതിനെ കുറിച്ച്. ഭൂമി അപ്പോൾ ഇളകിക്കൊണ്ടിരിക്കും. അം ആമിൻതും മൻ ഫിസ് സമാ, മുകളിലുള്ളവനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? നിങ്ങൾ നിർഭയരാണോ? യുർസില അലൈക്കും ഹാസിബ, അവൻ ഒരു ചരൽ വർഷം നിങ്ങൾക്ക് നേരെ അയക്കുന്നതിനെ കുറിച്ച്. ഫസതഅലമൂന കൈഫ നദീർ, എൻ്റെ താക്കീത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമുക്ക് കാണാം, മുആവിയത്ത് ഇബ്നുൽ ഹകം റളിയല്ലാഹു അൻഹു, അദ്ദേഹം തൻ്റെ അടിമയായിരുന്ന ഒരു സ്ത്രീയെ അന്യായമായി അടിക്കുകയുണ്ടായി. അടിമയെ അന്യായമായി അടിച്ചവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അതിനുള്ള പ്രായശ്ചിത്തമായി അതിനെ മോചിപ്പിക്കാനാണ്. അത് മോചിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത്. അവർ മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയത്ത് ഇബ്നുൽ ഹകം, മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അല്ല, മുആവിയത്ത് ഇബ്നുൽ ഹകം, മുആവിയ എന്നു പേരുള്ള ഒന്നിലധികം സഹാബിമാരുണ്ട്. തൻ്റെ അടിമ സ്ത്രീ അടിക്കുകയുണ്ടായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ്, ഇവരെ മോചിപ്പിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അവർ മുഅ്മിനത്താണോ, മുസ്ലിമത്തായ വിശ്വാസം നേരായ സ്ത്രീയാണോ എന്നറിയാൻ ചോദിക്കുന്നത് 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഐന അല്ലാഹ്, അള്ളാഹു എവിടെ? അപ്പോൾ ഈ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള ചോദ്യമാണ്. എന്നാൽ യാ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നമ്മുടെ നാട്ടിൽ അടുത്ത ജില്ലയിലുള്ള പേരോട് എന്ന പ്രദേശത്തുള്ള ഒരു മുസ്ലിയാർ ഒരു മാസികയിൽ ഈ ചോദ്യവും ഈ ഹദീസും വന്നതിന് പരിഹസിച്ച് പറഞ്ഞത് എന്താണ്? ഐന അല്ലാഹ്, അള്ളാഹു എവിടെ? പുതിയാപ്പിളയെ കാണാൻ അമ്മോശൻ പരസ്യം കൊടുത്തതുപോലെയുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര മോശമായ പരിഹാസത്തിൻ്റെ വാക്കാണെന്ന് ചിന്തിച്ചു നോക്കുക. ആരെക്കുറിച്ചാണ് പറയുന്നത്? റബ്ബിനെ കുറിച്ചാണ് പറയുന്നത്. ആരുടെ വാക്കിനെയാണ് പരിഹസിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ. തഖാഫി ബിരുദം നേടിയ ഒരു മുസ്ലിമാണ് ഈ പറയുന്നത്. ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന ആളുകൾ വിചാരിക്കുന്ന ആൾ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് എന്താണ് ഇവർ മനസ്സിലാക്കിയത്? അള്ളാഹുവിന് എന്ത് വിലയാണ് ഇവരുടെ മനസ്സിലുള്ളത്? അയാൾ പരിഹസിക്കുകയാണ് ഇതിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യമാണ് ഐന അല്ലാഹ്, അള്ളാഹു എവിടെ? അല്ലാഹു ഫിസ്സമാ. ആ സ്ത്രീയുടെ മറുപടിയാണ് അല്ലാഹു ഫിസ്സമാ, അള്ളാഹു മുകളിലാണുള്ളത്, അവൻ ആകാശങ്ങൾക്ക് മുകളിലാണ്. നോക്കൂ, സഹാബത്തിൻ്റെ ഇടയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് ചെയ്ത് വളർത്തിയ സമൂഹത്തിലെ ഒരു സാധുവായ സ്ത്രീക്ക്, സ്ത്രീകൾ അവർ പൊതുവെ അവർ അടിമകളല്ലെങ്കിൽ കൂടി പല ശുഗലുകളുള്ളവരാണ്. പലപ്പോഴും പുരുഷന്മാരെ പോലെ ദീനിൽ അഗാധമായ വിജ്ഞാനം നേടാൻ അവർക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല. അടിമകൾ എന്നാൽ അവർക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ അവരുടെ യജമാനന്മാരോടുണ്ട്. ആ നിലക്ക് ദീൻ പഠിക്കാൻ വളരെ സാധ്യത കുറഞ്ഞ, ആഴത്തിൽ വിജ്ഞാനം നേടാൻ സാധ്യത കുറഞ്ഞ കൂട്ടത്തിലാണ് പല രൂപത്തിൽ. എന്നിട്ടും അവർ ഫിസ്സമ എന്ന് മറുപടി പറയണമെങ്കിൽ സഹാബത്തിനിടയിൽ എത്ര വ്യാപകമായ, ഒരു സംശയത്തിനുമിടയില്ലാത്ത വിശ്വാസമായിരിക്കണം അത്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഫിസ്സമ, അള്ളാഹു മുകളിലാണ്. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം മൻ അന, ഞാൻ ആരാണ്? അവർ പറഞ്ഞു അൻത റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉത്തരം പറഞ്ഞപ്പോൾ എന്താണ് അവരെ കുറിച്ച് പറഞ്ഞത്? നീ ഹശവിയത്തായ പെണ്ണാണ് എന്നാണോ? ഈ പഴച്ച കക്ഷികൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് വിളിക്കാറുള്ളത് അങ്ങനെയാണ്, ഹശവികൾ, മുജസ്സിമുകൾ. അല്ലെ, അള്ളാഹുവിന് മനുഷ്യൻ്റെ ശരീരം പോലെ ശരീരമുണ്ടെന്ന് പറയുന്നവർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആരാണ് അങ്ങനെ പറയുന്നത്? അള്ളാഹുവിന് അവനുണ്ടെന്ന് പറഞ്ഞ സിഫത്തുകൾ നമ്മൾ അതുപോലെ ഉണ്ട് എന്ന് പറയും. അല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ വകയായി ഒന്നും നമ്മൾ പറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി പറഞ്ഞ അവരെ കുറിച്ച് എന്താണ് പറയുന്നത്? അഅ്തിഖ്ഹാ, അവരെ മോചിപ്പിക്കൂ. ഫഇന്നഹാ മുഅ്മിന, അവർ മുഅ്മിനത്തായ സ്ത്രീയാണ്. ആ മുസ്ലിമിൻ്റെ സഹീഹുൽ ഹദീസാണ് അല്ലേ? ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇമാം മുസ്ലിമിൻ്റെ സഹീഹുൽ ഹദീസിൽ ഖബറുകൾ കെട്ടിപ്പൊക്കരുത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജസ്സസൽ ഖബർ വയുഖാദ അലൈഹി വയുബ്ന അലൈഹി. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ കെട്ടിപ്പോക്കുന്നത്, അതിന്മേൽ എടുപ്പെടുക്കുന്നത്, അതിന്മേലിരിക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. തൊട്ടടുത്ത ഹദീസിൽ നമുക്ക് കാണാം, അലി റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ അബുൽ ഹയ്യാജുൽ അസദിയെ വിളിച്ചുകൊണ്ട് പറയുന്നത്, അലാ അബഅതുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ എന്നെ നിയോഗിച്ച കാര്യത്തിൽ ഞാൻ നിന്നെ നിയോഗിക്കട്ടെ. അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹ വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ. ഒരൊറ്റ രൂപവും തുടച്ചു നീക്കാതെ വിടരുത്, പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ ഖബറും നിരപ്പാക്കാതെ വിടരുത്. സഹീഹ് മുസ്ലിം ഹദീസാണ്. ആളുകൾ ചോദിക്കും, എന്താണ് ഈ ആളുകൾ ഇത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. സഹോദര, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞു എന്ന് കണ്ടാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഇതാ ഈ കിതാബുകളിലുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി മുസ്ലിമീങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഹദീസുകളാണിത്. അത് ജനങ്ങളുടെ അജ്ഞത മുതലെടുത്ത് ആളുകളെ തൽബീസാക്കുന്ന, അവരിൽ സത്യം അസത്യവും കൂട്ടിക്കുഴച്ച് പറയുന്ന ആളുകളുടെ വഞ്ചനയിൽ വീണുകൂടാ. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഹദീസ് കേൾക്കാത്ത ആരാ ഉള്ളത്? നോക്കൂ, ഈ ഹദീസ് കേൾക്കാത്ത ആരാണുള്ളത്? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസ്, യർഹമൂ മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക, എങ്കിൽ സമായിലുള്ളവൻ, മുകളിലുള്ളവൻ, ആകാശത്തുള്ളവൻ അഥവാ ആകാശത്തിന് മുകളിലുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം, അവൻ നിങ്ങളോട് കരുണ കാണിക്കും. അല്ലേ? നിങ്ങൾക്കറിയുമോ, ഈ നേരത്തെ പറഞ്ഞ മുസ്ലിയാരുടെ പാർട്ടി നബിദിനത്തിനോട് അനുബന്ധിച്ച്
അവിടെയും ഇവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളും ഇങ്ങനെ ബോർഡാക്കി കെട്ടി തൂക്കാറുണ്ടായിരുന്നു. ബാത്തിൽ പ്രചരിപ്പിക്കാൻ, അറിയാതെ എങ്ങാനും സത്യം പറഞ്ഞു പോകാതിരിക്കാൻ ഈ കൗമിലുള്ള സൂക്ഷ്മത നോക്കണം നിങ്ങൾ. ഈ അടുത്ത പ്രദേശത്ത് ആ കൗമ് ഒരു ഹദീസ് എഴുതി തൂക്കി. കാരുണ്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശമൊക്കെ നബിദിനത്തിൽ മറ്റുള്ള മതസ്ഥർ മറ്റും കാണാൻ വേണ്ടിയായിരിക്കണം ഈ ഹദീസ് എഴുതി ഒട്ടിച്ചത്. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. എന്നിട്ട് ഖൗമ് അർത്ഥം കൊടുത്തിരിക്കുകയാണ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശാധിപൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. ആകാശത്തിൻ്റെ അധിപനാണ് അള്ളാഹു. ഈ ദുർവ്യാഖ്യാനമാണ്, ഈ കളവ്. മുൻഗാമികൾ ഈ കളവിനെ, ഈ ദുർവ്യാഖ്യാനത്തെ പേരെടുത്തു പറഞ്ഞ് അവർ പറഞ്ഞിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. ഇസ്തവ അലൽ അർഷ് എന്നതിന് ഈ ഖൗം എന്തർത്ഥം പറയും? ഇസ്തൗല അലൽ അർഷ്, അർഷിനു മേൽ അള്ളാഹു ആരോഹണം ചെയ്ത് എന്നതിന് എന്തു പറയും? ഇസ്തൗല അലൽ അർഷ്, അർഷിനു മേൽ അള്ളാഹു അധികാരം നേടി. അർത്ഥമാണ് ഈ പറഞ്ഞത്. ആകാശത്തിൻ്റെ അധികാരമുള്ളവൻ. യാ സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ ഈ ഇസ്തൗല എന്ന വാക്ക് അത് പിഴച്ച വാക്കാണ്. മുൻഗാമികൾ, എത്രയോ മുൻഗാമികൾ അവർ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. അതിന്നും മലയാളത്തിൽ എഴുതി തൂക്കുകയാണെങ്കിൽ നോക്കണം, അറിയാതെ എങ്ങാനും ഹക്ക് വന്നു പോകാതിരിക്കാൻ ഈ ഖൗമിലുള്ള സൂക്ഷ്മത എത്രയാണ്. കാരണം ഇത് മനുഷ്യർക്കറിയുന്ന കാര്യമാണ്. കേരളത്തിൽ മുമ്പ് ജീവിച്ചിരുന്ന, ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരു ഭരണാധികാരി, ഒരു നേതാവ്, അയാൾ പറയുകയുണ്ടായി, മുകളിലൊരുത്തം കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം. യാ സുബ്ഹാനല്ലാഹ്, മുകളിലൊരുത്തം കാണുന്നുണ്ട് എന്ന കാര്യം ഓർമ്മ. ആരാണത് പറയാത്തത്? ബിംബങ്ങൾ ആരാധിക്കുന്നവൻ പറയാറുണ്ട്, മുകളിലൊരുത്തനുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം. ആരാണ് ഈ മുകളിലുള്ളവൻ? അത് ഇവൻ്റെ ഉള്ളിൽ നിന്ന്, അവൻ്റെ ഫിത്രത്തിൽ നിന്ന്, മനുഷ്യൻ്റെ പ്രകൃതി, ശുദ്ധ പ്രകൃതിയിൽ നിന്ന് വന്നതാണ്. എന്നാൽ പിശാച് അത് തകിടം മറിച്ചു കൊണ്ടാണ്, അതുകൊണ്ടാണ് അവൻ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നത്. റബ്ബിനെ കുറിച്ച് അവൻ തൂണിലും തുരുമ്പിലുമുള്ളവനാണ് എന്ന കുഫറിൻ്റെ വിശ്വാസം പറയുന്നത്. അപ്പം നോക്കൂ, ഖൗമ് പറയണം ആകാശാധിപൻ. ശരി, അള്ളാഹു അർശിന്മേൽ അധികാരം നേടി എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ യാ സുബ്ഹാനല്ലാഹ്, എത്രയോ ആയത്തുകളിലുണ്ട് അള്ളാഹു ആകാശഭൂമികളെ പടച്ചു, അവൻ അർശിനുമേൽ ഇസ്തിവാ ചെയ്തു. എന്താ അതിൻ്റെ അർത്ഥം? ഈ ഖൗമിൻ്റെ വാദപ്രകാരം ആകാശഭൂമികൾ അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് അള്ളാഹു അർശിൻ്റെ അധികാരം നേടി. അതുവരെ അപ്പോൾ ആരുടെ കയ്യിലായിരുന്നു അർശ്? ആരുടെ അധികാരത്തിന് കീഴിലായിരുന്നു? ദുർവ്യാഖ്യാനം പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ അത് കൊണ്ടുചെന്നെത്തിക്കുന്ന ബാത്തിൽ എത്ര വലുതാണെന്ന് നോക്കൂ. അല്ല, അതതിനു മുൻപും അതിനു ശേഷവും അതിൻ്റെ അധികാരം അള്ളാഹുവിന് തന്നെയാണ്. ഇസ്തവാ അലൽ അർശ്, അള്ളാഹു അവൻ്റെ അർശിനു മേൽ ആരോഹണം ചെയ്തിരിക്കുന്നു അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ. ഈ മുസ്ലിയാർ അവനെ പോലെയാണ് അള്ളാഹുവിനെ ചിന്തിക്കുന്നത്, അവനെ പോലെയാണ് അവൻ അള്ളാഹുവിനെ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അർശിന് മുകളിലായാൽ എന്നിട്ട് വേണ്ടാത്ത പല ചോദ്യങ്ങളും ചോദിക്കും. മുൻഗാമികൾ ചോദിക്കാത്ത ചോദ്യം, മുൻഗാമികൾ ചോദിച്ചിട്ടില്ലാത്ത മോശമായ ചോദ്യങ്ങൾ ചോദിക്കും. അള്ളാഹുവിനെ താങ്ങുകയാണോ അർശ് എന്ന കുഫറിൻ്റെ ചോദ്യം ചോദിക്കും. പറയാൻ പാടില്ല അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പടപ്പുകളിൽ ഒന്നിനോടും അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. അവൻ സമദ. മറിച്ച് അർശാകട്ടെ സകല സൃഷ്ടികളുമാകട്ടെ എല്ലാം അള്ളാഹുവിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അവക്കൊക്കെ അള്ളാഹുവിനാണ് വേണ്ടത്, അല്ലാതെ അള്ളാഹുവിന് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. അത് മുസ്ലിമീങ്ങളുടെ അടിസ്ഥാന വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ മുകളിലുള്ളവൻ നിങ്ങളോട്, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതാണ് ഹദീസ്. അതുപോലെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുക എന്ന കാര്യം പറഞ്ഞത് കാണാം. കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുക. എന്തുകൊണ്ടാണ് മുകളിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത്? നോക്കൂ നിങ്ങൾ, പ്രസിദ്ധമായ ഹദീസല്ലേ, ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അള്ളാഹു ലജ്ജ ഉള്ളവനാണ്, അവൻ ഉദാരനാണ്. അവൻ്റെ ലജ്ജ എന്നാൽ അത് പടപ്പുകളുടെ സിഫത്ത് പോലെയല്ല, അവൻ്റെ ഉദാരത പടപ്പുകളുടെ ഉദാരത പോലെയല്ല എന്നതുപോലെ തന്നെ. യസ്തഹി മിൻ അബ്ദിഹി, അവൻ അവൻ്റെ അടിമയോട് ലജ്ജിക്കുന്നു. ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫറാ, അവൻ്റെ ഇരു കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തിയാൽ ശൂന്യമായി ഒന്നും കൊടുക്കാതെ മടക്കുവാൻ അള്ളാഹു ലജ്ജിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. കൈകൾ അള്ളാഹുലേക്ക് ഉയർത്തിയാൽ, റഫഅ യദൈഹി, കൈകൾ ഉയർത്തിയാൽ, ഇലൈഹി, അള്ളാഹുലേക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹു മുകളിലുള്ളവനാണ്. ഇനി നോക്കൂ, 7 രൂപത്തിലുള്ള തെളിവുകൾ ഞാൻ പറഞ്ഞു. 8ാമത്തെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആംഗ്യം കൊണ്ടത് കാണിച്ചിട്ടുണ്ട്. വാക്ക് വന്നു, ആ സ്ത്രീ പറഞ്ഞപ്പോഴുള്ള അംഗീകാരം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ഉയർത്തി കാണിക്കുകയാണ്.
സഹാബത്തിനോട് പറയുകയാണ്, ഖിയാമത്ത് നാളിൽ നിങ്ങൾ എന്നെക്കുറിച്ച് ചോദിക്കപ്പെടും. വഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ. എന്താണ് നിങ്ങൾ മറുപടി പറയുക? വലിയ ഹജ്ജിന് കൂടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുള്ള മഹാസംഘമാണ്. എത്രയോ സഹാബിമാരുണ്ട്. 100,000-ൽ പരം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇനുണ്ടായിരുന്നു. ഞാൻ ഇത്രയും വലിയ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപിൽ വേറെ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല. അവരോടാണ് പറയുന്നത്. അവർ പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹ്ത. അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കൾ എത്തിച്ചു തന്നിട്ടുണ്ട്, ബാധ്യത നിറവേറ്റിയിട്ടുണ്ട്, ഞങ്ങളോട് ഗുണകാംക്ഷ കാണിച്ചിട്ടുണ്ട് എന്നാണ് റബ്ബിനോട് ഞങ്ങൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സബ്ബാബ ചൂണ്ടുവിരൽ യർഫഉഹാ ഇല സമാ, മുകളിലേക്ക് ഉയർത്തുന്നു, വയൻകുതുഹാ ഇല നാസ്, ജനങ്ങളിലേക്ക് ചൂണ്ടുന്നു. രണ്ടു കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്, അല്ലാഹുമ്മ ഷ്ഹദ് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രിയിൽ റബ്ബിൽ നിന്ന് 50 വഖ്ത് നിസ്കാരം ലഭിച്ച് മൂസ അലൈഹിസ്സലാമിലേക്ക് 6ാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വന്നു. മൂസ അലൈഹിസ്സലാം പറയുകയാണ്, എന്ത് ജനങ്ങൾക്ക് ഇത് താങ്ങാൻ സാധിക്കില്ല, അള്ളാഹുവിനോട് തഖ്ഫീഫ്, ഇളവ് ചോദിക്കുക. ജിബ്രീലിൻ്റെ കൂടെ വീണ്ടും മുകളിലേക്ക് കയറിപ്പോകുന്നു, വീണ്ടും വരുന്നു, വീണ്ടും പോകുന്നു. സഹീഹായ ഹദീസാണ്. അള്ളാഹു അങ്ങനെ സംഭവിക്കാൻ ഉദ്ദേശിച്ചു. അത് പല പാഠങ്ങളുണ്ട്. നമുക്ക് മുന്നേ ഈ പ്രബോധന രീതിയിൽ തൗഹീദ് പ്രചരിപ്പിക്കാൻ, സുന്നത്തിലേക്ക് ക്ഷണിക്കാൻ പ്രയത്നിച്ച ആളുകളിൽ അവരുടെ അനുഭവങ്ങളിൽ നമുക്ക് പാഠമുണ്ടാകും. എങ്ങനെ ജനങ്ങൾക്ക് ദഅവത്ത് നടത്തണമെന്ന പാഠം നമുക്കുണ്ടാകും. അതിനുള്ള തെളിവുകളിലൊന്നാണ് മൂസ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും റബ്ബിലേക്ക് കയറിപ്പോയി, താഴേക്കിറങ്ങി. ഹദീസിൽ കാണാം. 10 മൂസ അലൈഹിസ്സലാം ഫിറഔനോട് പറഞ്ഞത് റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു എവിടെയുള്ളവനാണ് എന്നാണ്, മുകളിലുള്ളവനാണ് എന്നാണ്. അതുകൊണ്ടാണ് ഫിറഔൻ പറഞ്ഞത്. സൂറത്തു ഗാഫിറിൽ നമുക്ക് കാണാം, വേറെയും സൂറത്തുകൾ കാണാം. വഖാല ഫിർഔനു യാ ഹാമാൻ, ഫിറഔൻ മന്ത്രിയായ ഹാമാനോട് പറയാണ്, ഓ ഹാമാൻ, ഇബ്നിലി സർഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, നീ എനിക്ക് വലിയൊരു കെട്ടിടം, ഒരു ഗോപുരം പണിയുക, ഞാൻ മുകളിലേക്കുള്ള വഴി നോക്കട്ടെ. അസ്ബാബ് സമാവാത്ത്, ആകാശത്തിലേക്കുള്ള മാർഗം. ഫഅത്തലിഅ ഇലാ ഇലാഹി മൂസ, മൂസായുടെ ഇലാഹിനെ ഞാൻ നോക്കട്ടെ അവിടെ ഉണ്ടോ എന്ന്. വഇന്നി ലഅദുന്നുഹു കാദിബ, മൂസ പറയുന്നത് കളവാണെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ നിങ്ങൾ, ഫിറഔൻ ആകാശത്തിന് മുകളിൽ റബ്ബുണ്ട് എന്ന് പറഞ്ഞ മൂസ അലൈഹിസ്സലാമെ നിഷേധിക്കുകയാണ്. അപ്പോൾ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല മുകളിലുള്ളവനാണ് എന്നതിനെ നിഷേധിക്കുന്നവന് സാദൃശ്യമുള്ളത് ഫിറഔനോടാണ്. അള്ളാഹു മുകളിലുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നവന് അവൻ മാതൃകയാക്കുന്നത് മൂസ അലൈഹിസ്സലാമിനെയും സകല നബിമാരെയുമാണ്. അതുകൊണ്ട് അള്ളാഹു മുകളിലുള്ളവനാണ്, എന്നാൽ അവൻ എവിടെയുള്ള കാര്യവും അറിയുന്നു. അവൻ്റെ ഇൽമും അവൻ്റെ ഖുദ്റത്തും അത് എല്ലായിടത്തുമുണ്ട്. ഇതാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. അള്ളാഹുവിന് മുകളിൽ യാതൊന്നുമില്ല. അബൂ നസ്ർ അസ്സിജ്സി റഹിമഹുല്ലാഹ് ഹിജറ 444 വഫാത്തായ അൽ ഇമാൻ അൽ കുബ്ര വലിയ കിതാബ് എഴുതിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, വഅഇമ്മതുന കസുഫിയാൻ ثوري ومالك بن أنس وسفيان بن عيينة وحماد بن سلمة وحماد بن زيد وعبد الله بن مبارك وفضيل بن عياض وأحمد بن حنبل وإسحاق بن راهويه. ഈ പറയപ്പെട്ടത് അഹ്ലുസുന്നത്തിന്റെ പ്രഗത്ഭരായ ഇമാമുമാരാണ്. മുത്തഫിഖൂൻ, അവരെല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. അല അന്ന അല്ലാഹ സുബ്ഹാനഹു ബിദാതിഹി ഫൗഖൽ അർശ്, അല്ലാഹു അവൻ അർശിന് മുകളിൽ 7 ആകാശങ്ങൾക്ക് മുകളിലാണുള്ളത്. വഅന്ന ഇൽമഹു ബികുല്ലി മകാൻ, അവൻ്റെ അറിവ് എല്ലായിടത്തുമുണ്ട് എന്ന വിശ്വാസമാണ് അഹ്ലുസുന്നത്തിന്റെ ഇമാമുമാർക്ക് മുഴുവനുമുള്ളത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ പേരുകളാണ് അൽ അലി, അതുപോലെ അൽ അഅല, അൽ മുതആൽ എന്നീ പേരുകൾ. ഇത് മനസ്സിലാക്കുന്ന മുസ്ലിം അവൻ റബ്ബിനെ ഭയക്കുന്നവനായിരിക്കും. റബ്ബിൻ്റെ മുന്നിൽ അങ്ങേയറ്റത്തെ വിനയമുള്ളവനാണ്. തന്നെ മുകളിൽ നിന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബിനെ അവനെ ഇബാദത്ത് ചെയ്യുന്നവനാണ് മുസ്ലിം. ഈ വിശ്വാസം അത് ഒരു മുഅ്മിനിൻ്റെ ഈമാനിൽ ഉണ്ടാക്കുന്ന വർധനവ് അത് ചെറുതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ.